ഒട്ടുമിക്ക പേർക്കും ഇഷ്ടമില്ലാത്തൊരു ഐറ്റം ആയിരിക്കും വഴുതനങ്ങ മെഴുക്ക് വരട്ടി. എന്നാൽ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വഴുതനങ്ങയുടെ ടേസ്റ്റ് ഒട്ടും വരാത്ത രീതിയിൽ നമുക്ക് കറി വയ്ക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. വഴുതനങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് ഇത് കഞ്ഞിവെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ അതിലുള്ള ചെറിയ കറകളെല്ലാം പോയി കിട്ടും. അതിനുശേഷം നമ്മളിത് സാധാരണ വെള്ളത്തിൽ കഴുകിയെടുക്കണം. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കൂടാതെ സാധാരണ ജീരകവും ചേർത്ത് കൊടുക്കും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഇതിലെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവയെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാള ഒരു പകുതി വഴറ്റി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം കൂടെ നന്നായിട്ട് വറ്റാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതും കൂടെ കഴിയുമ്പോൾ നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ നീര് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ചെറുനാരങ്ങയുടെ നീര് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മൾ സാധാരണ വെക്കുന്ന വഴുതനങ്ങ മെഴുക്ക് വരട്ടിയുടെ ടേസ്റ്റ് അല്ല, ചെറിയ പുളിയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടും.